എണീറ്റാണ് ഒരുവന്നാണ് ഇരിക്കുക അങ്ങോട്ടിരിക്കുന്നു. അവിടെ ഇരുന്നോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കഴിഞ്ഞ ഹദീസ് ലേണിംഗ് സീരീസിൽ ക്ലാസ്സിൽ താബുൽ ഈമാനിൽ കുറച്ച് ഹദീസ് പഠിച്ചില്ലേ? ഇത് ഹദീസ് അഹ്നഫ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഞാൻ ഇന്ന ഒരാളെ സഹായിക്കാൻ പോവാന്ന്. അത് വാഖിഅത്തുൽ ജമൽ, മുസ്ലിങ്ങൾ തമ്മിലുണ്ടായ യുദ്ധമാണ് വാഖിഅത്തുൽ ജമൽ. അപ്പോൾ വാഖിഅത്തുൽ ജമലിൽ അലി റളിയല്ലാഹു അൻഹുവിനെ സഹായിക്കാനാണ് ഇന്ന് പോയിരുന്നത് എന്നാണ് അതിന്റെ വിശദീകരണത്തിൽ പറയുന്നത്. അപ്പോൾ അഹ്നഫ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിനോട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താണ്? فإني سمعت رسول الله صلى الله عليه وسلم رسول الله فإني سمعت رسول الله صلى الله عليه وسلم إذا التقى المسلمان بسيفيهما فالقاتل والمقتول في النار. فقلت يا رسول الله هذا القاتل فما بال المقتول؟ قال إنه كان حديثا على قتل صاحبه. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, തിരിച്ചു പോകൂ, കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. രണ്ട് മുസ്ലിങ്ങൾ തമ്മിൽ വാളുമായി പരസ്പരം ഏറ്റുമുട്ടിയാൽ കൊന്നവനും കൊല്ലപ്പെട്ടവനും നരകത്തിലാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, കൊന്നവന്റെ കാര്യം ശരി തന്നെ, കൊല്ലപ്പെട്ടവൻ എന്തു പിഴച്ചു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവനും അവന്റെ സഹോദരനെ കൊല്ലാൻ കൊതിച്ചവനായിരുന്നല്ലോ. മുസ്ലിങ്ങൾ തമ്മിലുണ്ടായ ഒരു പ്രശ്നത്തിൽ ഒരു പക്ഷം പിടിക്കാൻ യുദ്ധം ചെയ്യാൻ വേണ്ടി പോയപ്പോ അപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു അഹ്നഫ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, താങ്കൾ തിരിച്ചു പോകുന്നു. കാരണം രണ്ട് മുസ്ലിങ്ങൾ പരസ്പരം വാളെടുത്താൽ അതിൽ ഒരാളെ കൊന്നാൽ കൊന്നവനും കൊല്ലപ്പെട്ടവനും നരകത്തിലാണെന്ന് ഭാഷ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇനി വേറൊരു ഹദീസ് മുനാഫിഖുകളുടെ ലക്ഷണം സംബന്ധിച്ച്, 3 ലക്ഷണങ്ങളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസ്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു قال النبي صلى الله عليه وسلم عن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال آية المنافق ثلاث إذا حدث كذب وإذا وعد أخلف وإذا اؤتمن خان. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കപട വിശ്വാസികളുടെ ലക്ഷണം 3 സംസാരിച്ചാൽ കളവ് പറയും, വാക്തത്വം ചെയ്താൽ ലംഘിക്കും, വിശ്വസിച്ചാൽ ചതിക്കും. 3 ലക്ഷണങ്ങളാണ്. ഈ 3 ലക്ഷണങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ശരിയാ, 3 ലക്ഷണങ്ങൾ ഉണ്ടായാൽ അത് മുനാഫിക്കിന്റെ ലക്ഷണമാണ്. ഇനി അടുത്തത് ബാബുൻ ഖിയാമു ലൈലത്തുൽ ഖദ്രി മിനൽ ഈമാൻ. ആയത്തുൽ മുനാഫിഖാൻ എന്ന ആയത്തുൽ മുനാഫിഖീനാണ്. ഇത് തെറ്റിയാണ്. ആയത്തുൽ മുനാഫിഖീൻ, മുനാഫിഖിന്റെ എന്നുള്ള അർത്ഥം വരുമ്പോൾ മുദാഫ് ഇലൈഹിയാണ്. ഇപ്പൊ ജർറ് കസ്ർ വരണം. ആയത്തുൽ മുനാഫിഖി സലാത്ത്. ബാബു ഖിയാമു ലൈലത്തുൽ ഖദ്രി മിനൽ ഈമാൻ. ലൈലത്തുൽ ഖദ്റിൽ നിന്ന് നമസ്കരിക്കാം. നിന്ന് നമസ്കരിക്കാന്ന് ഉദ്ദേശിക്കുന്നത് കുറെ സമയം സുന്നത്ത് നമസ്കരിക്കുന്നതിനെ കുറിച്ചാണ്. ഖിയാമു എന്ന് പറഞ്ഞാൽ ഖാമത്തു സ്വലാ, നിസ്കാരം എന്നുള്ള അവസ്ഥ. നിസ്കാരം സർവാ നിസ്കാരം പകലും രാത്രിയൊക്കെയാണ്. സുന്നത്ത് നിസ്കാരങ്ങൾ നിശ്ചിത സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്. അത് കൂടാതെയും റമളാനിൽ പ്രത്യേകമായിട്ട് രാത്രിയിൽ അധികമായി സുന്നത്ത് നമസ്കരിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഖിയാമു
ലൈലത്തുൽ ഖദർ തറാവീഹ് പോലുള്ള നിസ്കാരങ്ങൾ. നിസ്കരിക്കൽ എന്തിന്റെ ഭാഗമാണ്? ഈമാനിന്റെ ഭാഗമാണെന്ന് പറയുന്ന ബാബു. ബാബു ഖിയാമി ലൈലത്തുൽ ഖദ്രി മിനൽ ഈമാൻ. ഖിയാമു ലൈലത്തുൽ ഖദ്രി മിനൽ ഈമാൻ. ഖിയാമു ലൈലത്തുൽ ഖദ്രി മിനൽ ഈമാൻ എന്ന് പറഞ്ഞാൽ ലൈലത്തുൽ ഖദ്റിൽ ലൈലത്തുൽ ഖദ്റിന്റെ ആ രാത്രിയിൽ പ്രത്യേകമായി നിസ്കരിക്കൽ ഈമാനിന്റെ ഭാഗമാണ്. ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്നത് ഏത് ദിവസം നമുക്ക് കൃത്യമായിട്ട് അറിയില്ല അല്ലേ? പക്ഷെ ഏത് മാസത്തിലാണത്? റമദാൻ മാസത്തിലാണെന്നുള്ള കാര്യം ഉറപ്പാണ് അല്ലേ? അപ്പൊ റമദാൻ മാസത്തിലാണ് ലൈലത്തുൽ ഖദ്ർ വ്യക്തമായിട്ട് ഉറപ്പാണ്. പക്ഷെ റമദാനിൽ ഏത് രാത്രിയാണെന്ന് അറിയില്ല. കാരണം എന്താ? ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആനിൽ പറയുന്ന ഒരു ആയത്തിന്റെ ഭാഗമുണ്ട്. എന്താണ്? റമദാൻ മാസത്തിൽ, ആ മാസത്തിലാണ് നാം ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് എന്ന് അല്ലാഹു തആല പറയുന്നത്. അപ്പൊ റമദാൻ മാസത്തിലാണ് ഖുർആൻ അവതരണം തുടങ്ങിയത്. പല രൂപത്തിൽ പറയുന്നുണ്ട്. ഒന്നാം ആകാശത്തിലേക്ക് ഖുർആൻ ഇറക്കി, അത് ലൈലത്തുൽ ഖദ്റിനായിരുന്നു, റമദാനിലായിരുന്നു. പിന്നെ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, ഒരു സൂറത്ത് പഠിച്ചിട്ടില്ലേ? അന്ന് നോക്കിയേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്രി ഖൈർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. തനസ്സലുൽ മലായികതു വർ-റൂഹു ഫീഹാ ബിഇذن റബ്ബിഹിം മിൻ കുല്ലി അംർ. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ. നിശ്ചയം നാം അതിനെ ലൈലത്തുൽ ഖദ്റിലാണ് ഇറക്കിയത്. അതിനെന്താണ്? ഖുർആനഹു. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. ലൈലത്തുൽ ഖദ്ർ എന്ന ഒറ്റ രാത്രി 1000 മാസങ്ങളേക്കാൾ പുണ്യമുള്ളതാണ്. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. തനസ്സലുൽ മലായികതു വർ-റൂഹു ഫീഹാ. ആ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ മലക്കുകളും ആത്മാക്കളും, അല്ലെങ്കിൽ മലക്കുകളും ജിബ്രീൽ അലൈഹിസ്സലാം, റൂഹ് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ പേരാണ് റൂഹ്. ആത്മാവ് എന്നുള്ളതിനും റൂഹ് എന്ന് പറയും. മലക്കുകളും പ്രത്യേകിച്ച് ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞിരിക്കുക, മലക്കുകളുടെ നേതാവ് ജിബ്രീൽ അലൈഹിസ്സലാമും ഇറങ്ങും. തനസ്സലുൽ മലായികതു വർ-റൂഹു ഫീഹാ, ഭൂമിയിലേക്ക് ഇറങ്ങും. ആ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ ഇറങ്ങും. ബിഇذن റബ്ബിഹിം മിൻ കുല്ലി അംർ. എല്ലാ ഭാഗങ്ങളിൽ നിന്നും അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ലൈലത്തുൽ ഖദ്റിൽ ഇവിടേക്ക് ഭൂമിയിലേക്ക് ഇറങ്ങി വരും. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ആ രാത്രി അത് പ്രഭാതമാവുന്നത് വരെ, ഫജ്ർ ആവുന്നത് വരെ എന്താണ്? സലാം, സലാം, എല്ലാവർക്കും ശാന്തി, സമാധാനം, രക്ഷ ആയിരിക്കും. അത് ബറക്കത്തുള്ള രാത്രിയാണ്. ആ ഒരൊറ്റ രാത്രിയിൽ ഇബാദത്ത് ചെയ്താൽ 1000 മാസങ്ങളിലെ ഇബാദത്തിനേക്കാൾ പുണ്യമാണെന്നാണ്. പക്ഷെ ആ രാത്രി വ്യക്തമായിട്ട്, ആ രാത്രിയിലാണ് ഖുർആൻ അവതീർണമായിരുന്നത്. മനസ്സിലാക്കാം, ആ സൂറത്ത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ റമദാൻ മാസത്തിലാണെന്ന് പറഞ്ഞു. അപ്പൊ റമദാൻ മാസത്തിൽ ആണ് ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്റിലാണ് ഖുർആൻ ഇറങ്ങിയത്. ഖുർആൻ ഇറങ്ങിയത് ലൈലത്തുൽ ഖദ്റിനാണ്. ലൈലത്തുൽ ഖദ്ർ എന്തായാലും റമദാൻ മാസത്തിലാണ്. അപ്പൊ ഈ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി ഈ ഇബാദത്ത് ചെയ്തതിന്റെ പുണ്യം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? റമദാൻ മാസം പൂർണ്ണമായിട്ടും ഇബാദത്തിൽ മുഴുകണം. പ്രത്യേകിച്ച് അതിന്റെ രാത്രി പകൽ സമയം നോമ്പനുഷ്ഠിക്കും, പിന്നെ രാത്രി സമയങ്ങളിൽ നിസ്കരിക്കും. അപ്പോൾ രാത്രി ലൈലത്തുൽ ഖദ്റിന് ഒരാൾ നിസ്കരിച്ചാൽ ഈമാന്റെ ഭാഗമാണ്. അതിനെക്കുറിച്ച് പറയുന്ന ഹദീസ് ഇപ്പോൾ പറയാം. പിന്നെ അത് ലൈലത്തുൽ ഖദ്ർ റമദാനിന്റെ അവസാനത്തെ 10 30 ദിവസമല്ലേ, 29 ദിവസമായിരിക്കും റമദാൻ. നാളെ മിക്കവാറും റമദാൻ തുടങ്ങും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആദ്യത്തെ 10 റഹ്മത്തിന്റെ 10, രണ്ടാമത്തെ 10 മഗ്ഫിറത്തിന്റെ 10, മൂന്നാമത്തെ 10 അത്തഖുമിനാണ്. അതിൽ മൂന്നാമത്തെ 10, അതായത് അവസാനത്തെ 10, അതിൽ ഒറ്റയിട്ട രാത്രികളിലാണ് കൂടുതലും ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കേണ്ടത്. അവസാനത്തെ 10 പൂർണ്ണമായും ആരാധനയിൽ മുഴുകിയാൽ, പ്രത്യേകിച്ച് രാത്രി ഖിയാമുൽ ലൈൽ, രാത്രി നിസ്കാരത്തിൽ മുഴുകിയാൽ ലൈലത്തുൽ ഖദ്റിനെ പുണ്യം പൂർണ്ണമായും റമദാൻ പൂർണ്ണമായി വിനിയോഗിച്ചാൽ ഏറ്റവും ശരി. ആ ഹദീസ് عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم. أبو هريرة رضي الله عنه നിവേദനം,
ഖാല അദ്ദേഹം പറഞ്ഞു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവർ പറഞ്ഞു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു എന്താണ് മൻ യഖും ലൈലത്തുൽ ഖദ്ർ ഈമാനം വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദം മൻ യഖും ആര് നിന്ന് നമസ്കരിച്ചുവോ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി ലൈലത്തുൽ ഖദ്റിൽ ആര് നിന്ന് നമസ്കരിച്ചുവോ ഈമാനൻ എങ്ങനെ വെറുതെ നമസ്കരിക്കല്ല ഈമാനൻ വിശ്വാസത്തോടുകൂടി അതായത് അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസത്തോടുകൂടി ഉറച്ച വിശ്വാസത്തോടുകൂടി വഹ്തിസാബ അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം കാക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ചും പ്രതീക്ഷിച്ചുകൊണ്ട് ആ പ്രതീക്ഷയോടുകൂടി ആശയോടുകൂടി സ്കരിച്ചാൽ അവന് പൊറുക്കപ്പെടും ഗഫറ എന്ന് പറഞ്ഞാൽ പൊറുത്തു പൊറുക്കപ്പെട്ടു മാളി മജ്ഹൂൽ ഫഅല അതിന്റെ മാളി മജ്ഹൂൽ എന്താണ് ഫുഇല ഗഫറ ഗുഫിറ നസറ ഗുഫിറ അപ്പോൾ ഗുഫിറ ലഹു അവന് പൊറുക്കപ്പെടും മാ തഖദ്ദമ മിൻ ദംബി ദംബ് എന്ന് പറഞ്ഞാൽ ദംബ് ഖതിഅത്ത് ദോഷം തെറ്റ് ദംബി അവന്റെ ദംബുകളിൽ നിന്ന് അവന്റെ കുറ്റങ്ങളിൽ തെറ്റുകളിൽ നിന്ന് അവന് പൊറുക്കപ്പെടും അവൻ മുമ്പ് കഴിഞ്ഞു പോയത് മാ തഖദ്ദമ മുമ്പ് കഴിഞ്ഞു പോയത് തഅഖറ പിന്നീട് തഖദ്ദമ വിദ് തഅഖറ അപ്പം ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി അവന്റെ ദോഷങ്ങളിൽ മുൻകഴിഞ്ഞു പോയത് പൊറുക്കപ്പെടും അപ്പം മുൻകഴിഞ്ഞു പോയ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും മുഅ്മിനീങ്ങളുടെ കാര്യത്തിലാണ് ഈ പറയുന്നത് മനസ്സിലായില്ലേ അപ്പം മുഅ്മിനായ ഒരാൾ തുടർച്ചയായിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ തെറ്റ് ചെയ്യില്ല മനസ്സിലായില്ലേ അപ്പം മുഅ്മിനായ ആളുകളിൽ നിന്ന് തെറ്റുകൾ വന്നു പോകുന്നതിനാൽ ഭയപ്പെടും മനസ്സിലായില്ലേ അല്ലാതെ ലൈലത്തുൽ ഖദ്റിന് പുറത്ത് കിട്ടുമല്ലോ എന്നുള്ള ധാരണയിൽ ഇഷ്ടംപോലെ തെറ്റുകൾ ചെയ്യാന്നുള്ളതല്ല മനസ്സിലായില്ലേ അള്ളാഹു ഉദ്ദേശിച്ചാൽ പുറത്തു കിട്ടും അതാണ് ഈമാനോടും അള്ളാഹുവിലുള്ള പ്രതിഫലം കാക്ഷിച്ചുകൊണ്ടും ആയിരിക്കണം അല്ലാതെ അപ്പോഴും ചിന്ത ലൈലത്തുൽ ഖദ്റിന് ഇബാദത്ത് ചെയ്യുമ്പോഴാണ് ചിന്ത ഇപ്പം ഈ ലൈലത്തുൽ ഖദ്റിന് ഇബാദത്ത് ചെയ്യും അടുത്ത ലൈലത്തുൽ ഖദ്റിനും വരുമല്ലോ ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഇടയ്ക്ക് കുറെ തെറ്റ് ചെയ്ത് കൂട്ടാനും അപ്പം പിന്നെ അപ്പൊ അവരെ ജീവിക്കുമെന്നറിയോ അപ്പൊ ശരിക്കുള്ള ഈമാൻ ഇല്ലാന്നാണ് അപ്പൊ ഈമാനോടുകൂടിയും പ്രതിഫലേച്ഛയോടുകൂടി എന്ന് പറഞ്ഞാൽ അർത്ഥം കുറെ വിശാലമാണ് ശരി അപ്പൊ വളരെ വിശാലമായ അർത്ഥമാണ് അള്ളാഹുവിലുള്ള അചഞ്ചലമായ ഉറച്ച വിശ്വാസത്തോടും പ്രതിഫലം കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടും കൂടിയായിരിക്കണം ഈ റമളാൻ മാസം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ട്രെയിനിങ് ആണ് അടുത്ത 11 മാസത്തേക്കുള്ള ട്രെയിനിങ് ആണ് ശരി പിന്നീട് തെറ്റുകൾ ചെയ്യാതിരിക്കാനും കൂടുതൽ അമലുകൾ എല്ലാ മാസത്തിലും ചെയ്യണം അതിനൊരു ട്രെയിനിങ് പീരീഡ് കൂടിയാണ് എന്ത് റമളാൻ റമളാൻ മാസത്തിന് ബാധക ചെയ്തിട്ട് പിന്നെ നിർത്തിയേക്കരല്ല റമളാൻ മാസത്തിന് പ്രത്യേക പ്രാധാന്യം കൊടുക്കണം ബാബ് അൽ ജിഹാദ് മിനൽ ഈമാൻ ജിഹാദ് ഈമാന്റെ ഭാഗം ജിഹാദ് എന്ന് പറഞ്ഞാൽ അൽ ജിഹാദ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഹോളി വാർ മലയാളത്തിൽ വിശുദ്ധ യുദ്ധം എന്നൊക്കെ പരിഭാഷപ്പെടുത്താം പൂർണ്ണമായിട്ട് അത് ശരിയാണ് ഭാഗികമായിട്ട് ശരിയാണ് ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടി ദീനുൽ ഇസ്ലാം അള്ളാഹുവിന്റെ ദീൻ സംസ്ഥാപിതമാകുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ ദീൻ ലോകത്ത് നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ തരം നല്ല പ്രവർത്തനങ്ങളും എന്ന് പറയുന്നു അൽ ജിഹാദ് ഏറ്റവും വലിയ ജിഹാദ് എന്ന് പറഞ്ഞാൽ സ്വന്തം നെഫ്സിനോടുകൂടി സ്വന്തം നെഫ്സ് നമ്മുടെ സ്വന്തം നെഫ്സ് തന്നെ നമ്മുടെ ശരീരം തന്നെ നമ്മളോട് ഇങ്ങനെ ആജ്ഞാപിച്ചുകൊണ്ടിരിക്കും പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും തെറ്റ് ചെയ്യാം തിന്മകൾ ലോകത്ത് നിറയെ ഉണ്ട് നന്മകൾ കുറച്ചുണ്ടാവും ശരി തിന്മയുടെ വഴികളും കൂടുതലുണ്ടാവും അപ്പം തിന്മയോട് നമ്മൾ മല്ലടിച്ചിട്ട് വേണം നന്മയെ കൈവരാം ശരി നന്മയുടെ വക്താക്കളാവണമെങ്കിൽ തിന്മയോട് നമ്മൾ യുദ്ധം ചെയ്തിട്ട് ആ തിന്മയോടുള്ള യുദ്ധം എവിടെ തുടങ്ങണം സ്വന്തം ശരീരത്തിൽ സ്വന്തം നഫ്സിലും സ്വന്തം ശരീരത്തിലും തുടങ്ങണം അതായത് നമ്മുടെ ശരീരം തന്നെ നമ്മൾ ഉള്ളിൽ വേണ്ടി കളവായി പ്രേരിപ്പിക്കും ചീത്തയായ കാര്യങ്ങൾ കാണാൻ ചീത്തയായ കാര്യങ്ങൾ കാണുന്നത് ചിലപ്പോൾ ആസ്വാദനമായിരിക്കും കണ്ണിന് ആസ്വാദനം കിട്ടും ചിലപ്പോൾ നമുക്ക് അതിൽ ആസ്വാദനം തോന്നും സന്തോഷം തോന്നും പക്ഷേ പിന്നെ അതിൽ നിന്ന് നമ്മൾ മാറിയിട്ട് ഇതിന് കണ്ണിനെ നിയന്ത്രിക്കുക കാലിനെ നിയന്ത്രിക്കുക മദ്യപിക്കുക അപ്പോൾ ഒരാൾക്ക് മദ്യപിക്കാൻ തോന്നും മദ്യപിക്കാതിരിക്കുക പിടിച്ചു നിൽക്കുക അങ്ങനെ
തിന്മയായ പ്രവർത്തനങ്ങളിൽ നിന്ന് സ്വയം മാറി നിൽക്കുന്നത് എന്താണ്? അതാണ് ഏറ്റവും വലിയ ജിഹാദ്. സ്വന്തത്തോടെ ചെയ്യുന്ന ജിഹാദ്, അതൊന്നാമത്തെ ജിഹാദ്. അടുത്ത ജിഹാദ് എന്ന് പറയുന്നത് സമൂഹത്തിൽ കുറേ തിന്മകളുണ്ടാവും. നമ്മൾ നല്ല രീതിയിൽ ജീവിക്കുന്നു എന്ന് വിചാരിക്കാം. പക്ഷെ സമൂഹത്തിൽ കുറേ തിന്മകൾ അധാർമികതയും പെരുകുന്ന സമയത്ത് അതിനെതിരെ പ്രവർത്തിക്കാൻ അതിനെതിരെ പറയാം, ആളുകളോട് പറയാം. പിന്നെ കൈകൊണ്ട് തടയാൻ പറ്റുന്ന രൂപത്തിലാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇങ്ങനെ എന്തെല്ലാം എഴുത്തുകൊണ്ടാണെങ്കിൽ അങ്ങനെ, പ്രസംഗം കൊണ്ടാണെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ തിന്മകളെ പ്രതിരോധിക്കുക. അതെന്താണ്? അതും ഒരു ജിഹാദാണ്. ഇനി വേറൊന്ന്, പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് സായുധ പോരാട്ടം. ഇന്ത്യൻ സാഹചര്യത്തിൽ നമ്മളൊരു സായുധ പോരാട്ടം നടത്തേണ്ട ആവശ്യമില്ല. ഇവിടെ എല്ലാ മതക്കാർക്കും ഇവിടെ അവരവരുടെ മതം അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം. ചില സമയങ്ങളിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, എല്ലായിടത്തും ഉണ്ടാവുന്നതാണ്, മനസ്സിലായി. പക്ഷെ ഇവിടെ നമുക്ക് മതം അനുസരിച്ച്, ഇസ്ലാം അനുസരിച്ച് ജീവിക്കാം. അതിനെതിരെയുള്ള പ്രശ്നം വന്നാൽ അത് ഇവിടുത്തെ ഓരോ രാഷ്ട്രത്തിലെയും രീതിയും സാഹചര്യം കൂടെ പരിഗണിച്ചിട്ട് വേണം അതിനെ എങ്ങനെ പ്രതിരോധിക്കാമെന്ന് കണ്ടെത്താൻ. ഇന്ത്യൻ സാഹചര്യത്തിൽ സായുധ പോരാട്ടം ചെയ്യരുത്. പക്ഷെ ഒരു ഇസ്ലാമിക ഗവൺമെന്റ് ആണെങ്കിൽ, ഇസ്ലാമിക ഭരണകൂടം, അവിടെ ആ രാഷ്ട്രത്തിനെ തകർക്കാൻ അല്ലെങ്കിൽ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ശത്രുക്കൾ വരുമ്പോൾ അവിടെ കയ്യും കെട്ടി നോക്കിയൊന്നും നിൽക്കാൻ പറ്റില്ല, ഇല്ല. അവിടെ പ്രതിരോധത്തിന് വേണ്ടി ഖിത്താൽ, ജിഹാദിന്റെ ഒരു ഭാഗമാണത്. ഖിത്താൽ എന്ന് പറയാം, ഖിത്താൽ. അപ്പം പട്ടാളക്കാരിപ്പം ഇന്ത്യ നമ്മുടെ രാഷ്ട്രത്തെ ആക്രമിക്കുമ്പോൾ നമ്മൾ ഇവിടെ പട്ടാളം എതിർക്കില്ല. അതേപോലെ മുസ്ലിം രാജ്യത്തെ ആക്രമിക്കുമ്പോൾ അവിടുത്തെ പട്ടാളം, ഒരു രാജ്യം ഒന്നായിട്ട് അപകടത്തിലാകുമ്പോൾ പൗരന്മാർ കൂടി ഇതിൽ പങ്കെടുക്കാം. ശരി, അതാണ് ഖിത്താൽ. അപ്പൊ ഇവിടെ അതുകൂടെ ഉദ്ദേശിച്ചാണ് പറയുന്നത് ഈ ഹദീസ്. ഏതാണ്? عن أبي هريرة رضي الله عنه النبي صلى الله عليه وسلم قال انتدب الله عز وجل لمن خرج في سبيله لا يخرجه إلا إيمان بي وتصديق برسله أن أرجعه بما نال من أجر أو غنيمة أو أدخله الجنة ولولا أن أشق على أمتي ما قعدت خلف سرية ولوددت أني أقتل في سبيل الله ثم أحيا ثم أقتل ثم أحيا ثم أقتل. എന്താണ് عن أبي هريرة رضي الله عنه النبي صلى الله عليه وسلم قال അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു. ഇൻതദബ അല്ലാഹു അസ്സ വജല്ല ലിമൻ ഖറജ ഫീ സബീലിഹി. അല്ലാഹു ഏറ്റെടുത്തിരിക്കുന്നു. അല്ലാഹു പറഞ്ഞാൽ അല്ലാഹു ഉറപ്പ് നൽകിയിരിക്കുന്നു. അല്ലാഹു ഏറ്റെടുത്തിരിക്കുന്നു. ഇൻതദബ അല്ലാഹു അസ്സ വജൽ, അല്ലാഹു അസ്സ വജൽ ഏറ്റെടുത്തിരിക്കുന്നു. ലിമൻ ആർക്ക്? ഖറജ ഫീ സബീലി, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഇറങ്ങിത്തിരിച്ചാണ്. ലിമൻ ഖറജ ഫീ സബീലി, സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഇറങ്ങിത്തിരിച്ച ആൾക്ക് അല്ലാഹു ഏറ്റെടുത്തിരിക്കുന്നുണ്ട്. ലാ യുഖ്രിജുഹു ഇല്ലാ ഈമാനും ബി, അവൻ എന്നിലുള്ള വിശ്വാസവും വസ്തസ്ദീഖും ബിറുസുലി, എന്റെ മുർസലിങ്ങളുള്ള എന്റെ ദൂതന്മാരിൽ നിന്നുള്ള, എന്റെ ദൈവദൂതന്മാരിൽ സത്യപ്പെടുത്തലും എന്നിലുള്ള വിശ്വാസവും അല്ലാതെ ഒന്നുമല്ല അയാളെ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ സത്യമാർഗത്തിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടുവിച്ചിരിക്കുന്നത് മറ്റൊന്നുമല്ല. അതായത് അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും ഉദ്ദേശിച്ച്, ദീനുൽ ഇസ്ലാമിന്റെ നേതൃത്വം ഉദ്ദേശിച്ചാണ് ഒരാൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് എങ്കിൽ അത് ഇവിടെ വാക്കുകൾ, അള്ളാഹുവിന്റെ വാക്കുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ടാണ്. അതാണ് ഈമാനും ബി വതസ്ദീഖും ബി റുസുലി, എന്നിലുള്ള വിശ്വാസവും എന്റെ മുർസലീങ്ങളെ സത്യപ്പെടുത്തലും എന്നതാണ്. അൻ അർജിഅഹു, അവനെ മടക്കുകയില്ല അള്ളാഹു. എന്ത്? ബിമാ നാല മിൻ അജ്റിൻ, ഒന്നുകിൽ അവന് പ്രതിഫലം നൽകപ്പെടും, ഔ ഗനീമത്തിൻ, അല്ലെങ്കിൽ ഗനീമത്ത് നൽകപ്പെടും. ഗനീമത്ത് എന്ന് പറഞ്ഞാൽ ശത്രുക്കളുമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ ശത്രുക്കളുടെ സമ്പത്ത് പിടിച്ചടക്കും. അപ്പോൾ അക്രമത്തിനായി ഇങ്ങോട്ട് വന്നു ശത്രുക്കൾ, ഇസ്ലാമിനെ തരിപ്പണമാക്കാൻ വേണ്ടിയിട്ട് ശത്രുക്കൾ വരുമ്പോൾ പ്രതിരോധ ആവശ്യാർത്ഥം മുസ്ലിങ്ങൾ യുദ്ധം ചെയ്യും. അങ്ങനെ യുദ്ധം ചെയ്യുമ്പോൾ ആ ശത്രുക്കളുടെ സമ്പത്ത്, അവരുടെ ആയുധങ്ങൾ ഉൾപ്പെടെ പിടിച്ചെടുക്കും. അങ്ങനെ പിടിച്ചെടുക്കുന്ന മുതലിനാണ് എന്ത് പറയാ? ഗനീമത്ത് മുതൽ. ഗനീമത്ത് അങ്ങനെ പിടിച്ചെടുക്കുന്നത് പിന്നെ എന്ത് ചെയ്യും? അന്ന് ചെയ്തിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അനുജന സഹാബാക്കൾക്കിടയിൽ ഈ യുദ്ധത്തിൽ
പങ്കെടുത്തവർക്കിടയിൽ വിതരണം ചെയ്യാറുണ്ട്. അതാണ് വനീമത്ത് മുതൽ. ആ വിതരണം ചെയ്യപ്പെടുന്ന മുതലാണ് വനീമത്ത്. അപ്പോൾ ഒന്നുകിൽ അവർക്ക് വനീമത്ത് മുതൽ കിട്ടും, ശരി, അവർക്ക് ഈ യുദ്ധത്തിൽ പങ്കെടുത്ത മുസ്ലിം പട്ടാളക്കാർ. അല്ലെങ്കിൽ അദ്ദേഹത്തെ, ഈ പങ്കെടുത്ത പട്ടാളക്കാരൻ, പടയാളിയെ, മുജാഹിദിനെ എന്ത് ചെയ്യും? സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അപ്പൊ എന്താണ് അർത്ഥം? ജീവിച്ചിരിക്കുമ്പോഴാണ് വനീമത്ത് കൊടുക്കുക, അല്ലേ? ഒരാൾ യുദ്ധത്തിൽ മരിച്ചു വിചാരിക്കാം, കൊല്ലപ്പെട്ടു, ശത്രുക്കളാൽ കൊല്ലപ്പെട്ടു എന്ന് വിചാരിക്കാം, അയാൾക്ക് പിന്നെ വനീമത്ത് എടുക്കാൻ പറ്റും. അയാൾ എന്ത് ചെയ്യും? അയാൾക്കും നഷ്ടമില്ല, അയാൾ സ്വർഗത്തിൽ ഇടം കിട്ടും, തീർച്ചയായും അയാൾ സ്വർഗത്തിൽ പോകും. പിന്നീട് നബി കൂട്ടിച്ചേർക്കുകയാണ്. പിന്നീട് നബി പറയണം, വലൗല അൻ അശുഖ അലാ ഉമ്മത്തി, എന്റെ സമുദായത്തിന്, എന്റെ ഉമ്മത്തിന് ബുദ്ധിമുട്ടാവുമായിരുന്നില്ലെങ്കിൽ മാ ഖഅത്തു ഖൽഫ സരിയ, ഒരു യുദ്ധത്തിലും ത്തിന്റെ സമയത്തും ഞാൻ നാട്ടിൽ തങ്ങുകയില്ലായിരുന്നു. സരിയ, ഒരു യുദ്ധത്തിന്റെ സമയത്തും, ഒരു സരിയത്തിന്റെ സമയത്തും ഞാൻ നാട്ടിൽ തങ്ങിയിരുന്നു. വല വദിത്തു, വദ്ദുൻ മീൻസ് വദ്ദുൻ, എന്താ വദ്ദുൻ? സ്നേഹം. വദ്ദുൻ എന്ന് പറഞ്ഞാല് സ്നേഹം. വല വദിത്തു, ഞാൻ ഇഷ്ടപ്പെടുമായിരുന്നു. അന്നീ ഉഖ്തലു, നിശ്ചയം ഞാൻ കൊല്ലപ്പെടുന്നു, ഞാൻ ഇഷ്ടപ്പെടുമായിരുന്നു. ആരാ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, ഞാൻ കൊല്ലപ്പെടുന്നത് ഞാൻ ഇഷ്ടപ്പെടുമായിരുന്നു. എങ്ങനെ ഇഷ്ടപ്പെടും? ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തുകൊണ്ട്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഞാൻ കൊല്ലപ്പെടുന്നത് ഞാൻ ഇഷ്ടപ്പെടും. സുമ്മ ഉഹ്യ, പിന്നീട് വീണ്ടും എനിക്ക് ജീവൻ നൽകപ്പെടുന്നത്. സുമ്മ ഉഖ്തലു, വീണ്ടും കൊല്ലപ്പെടുക, അതായത് യുദ്ധത്തിൽ കൊല്ലപ്പെടുക. സുമ്മ ഉഹ്യ, വീണ്ടും ജീവിപ്പിക്കപ്പെടുന്നത്. സുമ്മ ഉഖ്തലു, വീണ്ടും കൊല്ലപ്പെടുന്നത് എനിക്കിഷ്ടമാണ് എന്നാണ്. അപ്പോൾ അതായത് അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള യുദ്ധത്തെ, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ഖിതാൽ ജിഹാദിന്റെ ഒരു ഭാഗം തന്നെയാണ്, ശരി, അതിനെയാണ് ഇവിടെ പരാമർശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇസ്ലാമിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ ഞാൻ ഇറങ്ങിപ്പുറപ്പെടുമായിരുന്നു എല്ലാ സമയത്തും, ഓരോ യുദ്ധവേളയിലും എന്നാണ്. ബാബ് തതവ്വു ഖിയാം റമളാൻ മിനൽ ഈമാൻ, റമളാൻ മാസത്തിൽ ഖിയാം. നേരത്തെ പറഞ്ഞതാണ് ലൈലത്തുൽ ഖദറിലെ ഖിയാം, ലൈലത്തുൽ ഖദറിലെ നിന്ന് നമസ്കരിക്കുന്നതിനെ കുറിച്ചാണ്. ലൈലത്തുൽ ഖദർ കൂടുതൽ സുന്നത്ത് നമസ്കരിക്കുന്നതിനെ കുറിച്ചാണ്. ഇപ്പൊ ഇനി പറയുന്നതാണ് ഖിയാം റമളാൻ മാസത്തിൽ മൊത്തം, അത് ഈമാന്റെ ഭാഗം. റമളാൻ മാസത്തിൽ രാത്രി നമസ്കാരങ്ങൾ ഈമാനിന്റെ ഭാഗമാണ്. റമളാൻ മാസത്തിൽ മൊത്തം രാത്രി നമസ്കാരം ഒരാൾ നമസ്കരിച്ചാൽ അയാൾക്ക് ലൈലത്തുൽ ഖദറിന്റെ കിട്ടും, അല്ലേ? ലൈലത്തുൽ ഖദറിന്റെ പുണ്യം കിട്ടും, ലൈലത്തുൽ ഖദറിൽ ഇബാദത്ത് ചെയ്ത പുണ്യം കിട്ടും. عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال من قام رمضان إيمانا واحتسابا غفر له ما تقدم من ذنبه. നേരത്തെ ഹദീസ് എന്തായിരുന്നു? من يقم ليلة القدر إيمانا واحتسابا غفر له ما تقدم من ذنبه. ഇവിടെ من قام رمضان إيمانا واحتسابا, ഒരാൾ റമളാൻ മാസത്തിൽ നിന്ന് നമസ്കരിച്ചാൽ, ഒരാൾ ഈമാനം വഹ്തിസാബ, അല്ലാഹുവിലുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി, വഹ്തിസാബ, അല്ലാഹുവിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും, ഗുഫിറ ലഹു, അവൻ എന്ത് ചെയ്യും? ഗുഫിറ നേരത്തെ പറഞ്ഞു, പൊറുക്കപ്പെടും. എന്ത്? മാ തഖദ്ദം മിൻ ദംബി, അവന്റെ മുൻ കഴിഞ്ഞു പോയ പാപങ്ങൾ. ബാബു അടുത്ത് സൗമു റമളാൻ ഇഹ്തിസാബൻ മിനൽ ഈമാൻ, സൗമു റമളാൻ ഇഹ്തിസാബൻ മിനൽ ഈമാൻ, അത് റമളാൻ മാസത്തിൽ നോമ്പ് നോൽക്കൽ പകലാ രാത്രിയാ? അന്ന് രാവിലെ തുടങ്ങും, അതന്നെ. അത് രാത്രി അല്ല, ഫജ്ർ തുടങ്ങിയ പിന്നെ രാത്രി തരാൻ പറ്റില്ല, മനസ്സിലല്ലേ? ഫജ്ർ കഴിഞ്ഞിട്ട് കടന്നുറങ്ങേണ്ടി വിചാരിച്ച് അങ്ങനെ കടന്നുറങ്ങരുത്, ഇതല്ലേ? ഫജ്ർ നിസ്കാരത്തിന്റെ വേളയാക്കി കഴിഞ്ഞാൽ പിന്നെ പ്രഭാതമായി, സൂര്യോദയം അല്ല ഇസ്ലാമിന് ഫജ്ർ എന്ന് പറയുന്നത് കേട്ടോ. ഫജ്ർ എന്ന് പറയുന്നത് എന്താണ്? ഫജ്ർ തൊട്ട് പിന്നെ രാത്രിയായിട്ടല്ല പിന്നെ പരിഗണിക്കുന്നത്. ഫജ്ർ കഴിഞ്ഞിട്ട് കടന്നുറങ്ങാൻ ഭയങ്കര തെറ്റാണ്. രോഗികളൊക്കെ കിടന്നുറങ്ങുന്നത് വേറെ. ബാബു സൗമി റമളാൻ ഇഹ്തിസാബൻ മിനൽ ഈമാൻ, റമളാൻ മാസത്തിൽ പകല്, അതായത് ഫജ്ർ മുതൽ മഗ്രിബ് വരെയാണ്, അല്ലേ?
ഫജ്ർ മുതൽ മഗ്രിബ് വരെയുള്ള സമയം. അപ്പോ നോമ്പ് നോൽക്കൽ, ഉപവസിക്കൽ, അന്നപാനീയങ്ങളൊക്കെ ഉപേക്ഷിച്ച് അതൊക്കെ ത്യജിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിനെ മാത്രം ഉദ്ദേശിച്ചാണ് നോമ്പ് നോക്കുന്നത്. അത് ചെയ്യൽ എന്താണ്? അത് ഈമാനിന്റെ ഭാഗമാണ്, ഈമാനിൽ പെട്ടതാണ് എന്ന് പറയുന്ന ഭാഗം. അതിനെ കുറിച്ച് പറയുന്ന ഹദീസ്. عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم من صام رمضان إيمانا واحتسابا غفر له ما تقدم من ذنبه. റമദാൻ മാസത്തിൽ ഒരാൾ അള്ളാഹുവിൽ ഉറച്ച വിശ്വാസത്തോടുകൂടിയും ദൃഢവിശ്വാസത്തോടുകൂടിയും വഹ്തിസാബ പ്രതിഫലം കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടിയും ആ പ്രതിഫലം കിട്ടും പ്രതിഫലേച്ഛയോടുകൂടിയും ഒരാൾ റമദാൻ മാസത്തിൽ മൊത്തം റമദാൻ മാസം മുഴുവൻ നോമ്പനുഷ്ഠിച്ചാൽ അവന് പൊറുക്കപ്പെടും അവന്റെ കഴിഞ്ഞ പാപം. അപ്പം റമദാൻ മാസത്തിൽ ഹൈദുള്ള സ്ത്രീകൾക്ക് ആ സമയത്ത് നോമ്പ് നോൽക്കാൻ ഹറാമാണ്. അവർ ആ സമയത്ത് നോമ്പ് നോൽക്കണ്ട. പിന്നീട് എന്ത് ചെയ്യണം? പക്ഷെ കളാ വീട്ടേണ്ടതുണ്ട്. നിസ്കാരാണെങ്കിലാ വീട്ടണ്ട, കളാ വീട്ടേണ്ടതില്ല. നിസ്കാരാണെങ്കിൽ കളാവില്ല. അപ്പം അവർക്കും കിട്ടും ഈ പ്രതിഫലം. റമദാൻ മാസം മുഴുവൻ പറഞ്ഞാൽ എന്താണ്? റമദാൻ മാസത്തിൽ ഒരു സ്ത്രീക്ക് ഹൈദുണ്ട്. ആ ഹൈദുള്ള സമയങ്ങളിൽ അവൾ നോമ്പ് നിൽക്കേണ്ടതില്ല. എന്ന് വിചാരിച്ച് അവൾ ആ മാസം നോമ്പ് നോറ്റ പോലെ തന്നെയാണ് പൂർണ്ണമായിട്ടും. പിന്നെ നോമ്പ് നോൽക്കാത്തവർക്കും ഇംസാക്ക് ഉണ്ട്. ഇംസാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റുള്ളവർക്കാണ് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. നോമ്പുകാരെ പോലെ വർത്തിക്കണം. ഭക്ഷണം കഴിക്കാം, പക്ഷെ എന്താണ്? നോമ്പ് ഉഴുതുറുള്ളവർ പരസ്യമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അവര് മര്യാദ പാലിക്കണം. മനസ്സിലായില്ലേ? അതാണ് ഇംസാക്ക്. من صام رمضان إيمانا واحتسابا غفر له ما تقدم من ذنبه. ഈമാനോടുകൂടിയും പ്രതിഫലേച്ഛയോടുകൂടിയും ഒരാൾ റമദാൻ മാസം നോമ്പനുഷ്ഠിച്ചാൽ അവന് എന്ത് കിട്ടും? അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത